ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 2025 നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് അറിയണ്ടേ? നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. രാത്രി ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. 12:15 നമ്മുടെ ട്രെയിൻ. എവിടേക്കാണ് പോകണമെന്നല്ലേ? നമ്മൾ വേളാങ്കണ്ണിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഈ പുതുവർഷത്തിലെ അങ്ങ് മാതാവിനെ കണ്ടിട്ടാവാം ബാക്കി എല്ലാ പരിപാടിയും എന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അനിയത്തിയും അനിയനും അപ്പച്ചനും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ വെയിറ്റിംഗ് ആണ്. 12:15 ട്രെയിൻ കുറച്ചങ്ങ് വൈകി, ഒരു 12:45 ട്രെയിൻ നമ്പർ 1618 എറണാകുളം ടു കാരയ്ക്കൽ വരെ പോകുന്ന എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ്സിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇത് ഡെയിലി എറണാകുളത്ത് നിന്ന് രാത്രി 10:30 സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ 10:30 നാഗപട്ടണത്തെത്തും. ഈ ട്രെയിനിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് തൃശ്ശൂരിൽ നിന്ന് 320 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി 12:45 ആയ സ്ഥിതിക്ക് നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പോകുന്നില്ല. നല്ല ഒരുറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഇതുപോലെയുള്ള മനോഹര കാഴ്ചയാണ് കേട്ടോ. നല്ല അടിപൊളി സീനറിയൊക്കെ ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഈ വഴി നമ്മൾ 1-2 വീഡിയോസിലൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തഞ്ചാവൂർ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ തഞ്ചാവൂർ പോയപ്പോൾ ഈ ഒരു റൂട്ടിലൂടെയാണ് ഞാൻ പോയത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതിന് മുന്നേ നമ്മളൊരു വേളാങ്കണ്ണി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ട്രെയിനിലുള്ള അധികം വീഡിയോസ് നമ്മൾ എടുത്തില്ല. പിന്നെ അതാ കാണുന്നതാണ് ട്രിച്ചി പള്ളിയും അതുപോലെ തന്നെ ട്രിച്ചി ഫോട്ടോ ആണ് കേട്ടോ അറ്റത്ത് കാണുന്നത്. ഈ ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പാടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല പച്ചപ്പൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ നാഗപട്ടണം എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനി ഇവിടുന്ന് നമുക്ക് വേളാങ്കണ്ണി വരെ പോകണം കേട്ടോ. ഇവിടുന്ന് അടുത്ത ട്രെയിൻ ഉണ്ട്. 10 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. പക്ഷെ നമ്മൾ ട്രെയിനിൽ പോകുന്നില്ല. ഈ ലഗേജൊക്കെ ഉള്ളത് കൊണ്ട് ഇതിൽ നല്ല തിരക്കുണ്ടാവും, നല്ല അത്യാവശ്യം തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഷെയർ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. ഇതുപോലെ ഓട്ടോയിൽ അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് നിൽക്കണം കേട്ടോ. അല്ലാതെ അവർ പറയുന്ന റേറ്റിന് കയറി പോകരുത്. അതല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാൾക്ക് 30 രൂപയാണ് വേളാങ്കണ്ണി വരെയുള്ള ചാർജ് വരുന്നത്. പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ച് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ 14 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഇരുന്ന് പോകാം. നമ്മുടെ ലഗേജൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പോകാം. പിന്നെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെന്നാണോ പോകുന്നത് ആ ദിവസം തന്നെ അവർ വന്ന് നമ്മളെ റൂമിൻ്റെ അവിടെ നിന്ന് പിക്ക് ചെയ്യും. നമ്മൾ റൂമും ഫുഡൊക്കെ ആദ്യം വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പരിചയത്തിലുള്ളവരാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. 2 റൂമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഒരു റൂം. അപ്പോൾ ഇത് മലയാളി റൂംസും അതുപോലെ തന്നെ മലയാളി ഫുഡുമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. റൂമിൽ വന്നിട്ടുള്ള എൻ്റെ കെട്ടിയോൻ്റെയും പിള്ളേരുടെയും കോപ്രായാണ് ഈ കാണുന്നത്. ഇപ്പോഴും കൊച്ചു കുട്ടിയാണെന്ന വിചാരം. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. എല്ലാവരും കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് വൈകിട്ടായപ്പോൾ കടലിൻ്റെ അവിടേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. കടൽ വല്ലാതെ ഇങ്ങനെ കയറി വന്നിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ആരും ഇങ്ങനെ ഇറക്കുന്നൊന്നുമില്ല. എന്നാലും പോലീസുകാരെ കണ്ണൊക്കെ വെട്ടിച്ചിട്ട് ആൾക്കാരെ അങ്ങ് ഇറങ്ങിപ്പോലായിരുന്നു കേട്ടോ. നന്നായിട്ടിങ്ങനെ കലങ്ങി മറിഞ്ഞിട്ടാണ് വെള്ളം കിടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങ് നടന്നു പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അമ്മമ്മ ഇരുന്നിട്ട് പൂ കെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇരുന്ന് ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ആളങ്ങനെ ചിരിക്കുന്നത് കണ്ടപ്പോൾ. ഒരു പരിചയത്തിലാണ് നമ്മളൊന്നൊക്കെ ചിരിക്കുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ. പാടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. പിന്നെ അവിടെ അങ്ങനെ നടന്ന് പള്ളിയോടൊക്കെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ വിചാരിച്ച ഒട്ടും തിരക്കുണ്ടാവില്ല എന്ന്. കാരണം വെള്ളിയാഴ്ചയാണ് നമ്മൾ പള്ളിയിൽ വേളാങ്കണ്ണിയിൽ എത്തുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ക്ലാസ്സുള്ള സമയമായതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. മലയാളികളെ തട്ടിത്തടഞ്ഞിട്ട് നടക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിൽ തമിഴ് കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ രാത്രി ഇവിടെ ഇങ്ങനെ ആ ചേച്ചിമാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പള്ളിയുടെ ആ കോമ്പൗണ്ടൊക്കെ അടിച്ച് അവർ വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ അവർക്ക് കളിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. നമ്മൾ വേളാങ്കണ്ണിയിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ശനിയാഴ്ച രാവിലെ ഒരു 5 മണിയായപ്പോൾ നമ്മൾ പള്ളിയിലോടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് മുട്ടിലഴയാണ് നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ചേട്ടൻ്റെ കാലൊക്കെ പൊട്ടി ആകെ നാശമായി. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് റൂമിലോട്ട് പോയി. പിന്നെ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും പള്ളിയുടെ ഭാഗത്തോട്ട് വന്നു കേട്ടോ. പിന്നെ ഇവിടെ പള്ളിയുടെ തന്നെ സ്റ്റാളുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ബാക്കി കൊന്ത, വെന്തിങ്ങ, മോതിരം അതൊക്കെ അങ്ങനെ വാങ്ങാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇവിടെ കയറി കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര കത്തിയാണ്, ഒടുക്കത്തെ വിലയാണ് എല്ലാ സാധനങ്ങൾക്കും. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചിറങ്ങി. പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ റൂമിലോട്ട് വന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. അപ്പോൾ തലേ ദിവസം വാങ്ങിച്ച ഒരു ക്യാരംസ് ബോർഡാണ്. ഇതിൽ ഇങ്ങനെ 3 ഇതായിട്ട് കളിക്കാനായിട്ട് പറ്റും കേട്ടോ. ലൂഡോ കളിക്കാം, പിന്നെ വേറെ എന്തൊക്കെയോ പാമ്പും കോണിയും കളിക്കാം, പിന്നെ അതായത് ഇങ്ങനെ ക്യാരംസും കളിക്കാം. അപ്പോൾ പിള്ളേർ കളിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്ന എൻ്റെ അപ്പനും എൻ്റെ കെട്ടിയവനും വെറിയന്മാരാണ് പിള്ളേരെ കൂടി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിള്ളേർ ആദ്യമായിട്ടാണ് ഇത് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേരെ പറഞ്ഞ് പറ്റിക്കുന്ന 2 ആളാണ് കേട്ടോ. ഇവർ 2 പേരും കൂടി ഇരുന്നിട്ട് പിള്ളേർ ചുമ്മാ വെറുകേറ്റുകൊണ്ടിരിക്കാം. അങ്ങനെ വൈകിട്ടായപ്പോൾ നമ്മൾ വീണ്ടും അടുത്തത് കടലിൻ്റെ അവിടേക്ക്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏത് നേരം ഈ കടലിൻ്റെ അവിടേക്ക് പോകാമെന്നുള്ളത്. പിന്നെ ഇവിടെ കടലല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കടലിൻ്റെ അവിടേക്ക് പോകുന്നത്. കടലിൻ്റെ അവിടേക്ക് പോയാൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. ഈ പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ കണ്ട എല്ലാ സാധനത്തിലും കയറേണ്ടി വരും. അപ്പോൾ ഇത്തവണ നമ്മൾ പോയപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടതാണ് ഒട്ടകം. ഒട്ടകപ്പുറത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണ്. അത് അധിക വഴിയൊന്നും ഇല്ല. അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടത്തിച്ചിട്ട് ആ ഒട്ടകം 2 അടി എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും അവർ പറഞ്ഞ സ്ഥലവും. അപ്പോൾ പിന്നെ നമ്മൾ കയറാൻ നിന്നില്ല കേട്ടോ. എനിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കാല് ഞൊണ്ടിക്കാലായതുകൊണ്ട് അപ്പോൾ കയറാനായിട്ട് പറ്റിയില്ല. പിന്നെ അതാ ഇവരൊക്കെ കടലിൽ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കടലിൽ ഇറങ്ങണമെന്ന്. പക്ഷേ ചേട്ടൻ ഒരു തരത്തിലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളവിടുന്ന് ഇതുപോലെയുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇതൊക്കെ ഇങ്ങനെ വാങ്ങിക്കഴിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് നമ്മൾ വീണ്ടും പള്ളിയുടെ ചുറ്റും കറങ്ങാനായിട്ട് നടന്നു. അപ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു സങ്കടം വന്നത്. മറ്റൊന്നുമല്ല, സാധാരണ നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ രാത്രിയൊക്കെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈ പള്ളിയുടെ ഉള്ളിൽ കയറിയിരിക്കാം, പ്രാർത്ഥിക്കാം, നമ്മുടെ നേർച്ചകളെല്ലാം തീർക്കാം. അതുപോലെ തന്നെ ആ പള്ളിയുടെ ചുറ്റും ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ചിലവരൊക്കെ റൂം എടുക്കാതെ അതിന് ചുറ്റും ഇങ്ങനെ ഈ തമിഴൻസൊക്കെ അതിന് ചുറ്റും കിടന്ന് വിരിച്ച് ഉറങ്ങാറൊക്കെയുണ്ട്. പക്ഷേ 9 മണിയായപ്പോൾ ഇവരെല്ലാവരും പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഇറക്കി. പള്ളിയുടെ ചുറ്റുതാ ഇതുപോലെ ഇങ്ങനെ ബാരിക്കേഡ് വെച്ചിട്ട് ആ പള്ളിയുടെ ഉള്ളിൽ നിന്ന് എല്ലാവരും ഇറക്കിയിട്ട് ഈ ഒരു വഴി മാത്രം, നിങ്ങൾ വേളാങ്കണ്ണി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, മെയിൻ പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ആ വഴി അത് മാത്രമാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ബാക്കി എല്ലാ ഭാഗങ്ങളും അവർ അടച്ചു പൂട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും അറിയാതെ വേളാങ്കണ്ണി പോകുന്നവരുണ്ടെങ്കിൽ രാത്രി പോയിട്ട് നേർച്ചകൾ തീർക്കാമെന്ന് ആരും കരുതണ്ട. 9 മണിക്ക് ശേഷം പള്ളിയുടെ ഉള്ളിൽ ആരെയും കയറ്റില്ല. പള്ളി ക്ലോസ് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് മാത്രമേ പള്ളി തുറക്കൂ. പിന്നെ ഞങ്ങളിതാ നേരെ മുന്നിൽ വന്നിട്ട് അവിടെയൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം ഒരിക്കലും നമ്മൾ ഇന്ന് വരെ വേളാങ്കണ്ണിയിൽ പോയിട്ടും ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാ നമ്മളിവിടെ അപ്പുറത്ത് ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇന്ന് നമ്മൾ വേളാങ്കണ്ണിയിൽ വന്നിട്ട് 3ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. വൈകിട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് കുർബാന കാണണം, മലയാളം കുർബാന കാണണം. നമ്മൾ മലയാളം കുർബാന ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ റൂം എടുത്തതിൻ്റെ ഭാഗത്തൊരു കാഴ്ചകളാണ്. ഇനി പിള്ളേരെയെല്ലാം നമുക്ക് കുത്തിപ്പൊക്കി എണീപ്പിക്കണം കേട്ടോ. അവന്മാർ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അതാ ഇവിടെ കിടന്നിട്ട് ആരോണും ആമിയും നല്ല ഉറക്കമാണ്. ഇനി ഇവരൊക്കെ എണീപ്പിച്ച് പോകണം. അങ്ങനെ നമ്മളിതാ 8:30 ആകുമ്പോഴത്തേക്കും നമ്മൾ പള്ളിയിലെത്തി. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അങ്ങ് മൊത്തത്തിൽ അവിടെ ചെക്കപ്പൊക്കെയായിരുന്നു. ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. മൊത്തം മലയാളികളായിരുന്നു. ഇവരൊക്കെ ഞങ്ങൾ വന്ന ട്രെയിനിൽ തന്നെയായിരുന്നു നീ. അങ്ങനെ ഒരേ കമ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരൊക്കെ കണ്ട് ചിരിച്ച് അങ്ങനെ നമ്മൾ കുറേ നേരമൊക്കെ ഇരുന്നു. പിന്നെ ആ കുർബാന കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ആ പള്ളിയിൽ നിന്ന് നടന്ന് ഇവിടോട്ട് വന്നു കേട്ടോ. കടലിൻ്റെ അവിടെയുള്ള പള്ളിയിലേക്ക് വന്നു. അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജനുവരി 3-ാം തീയതിയാണ് കേട്ടോ വേളാങ്കണ്ണിയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാ ഭാഗത്തും. റൂമുകളാണെങ്കിലും കിട്ടാതെ ഒരുപാട് ആൾക്കാർ ഓടി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അത്രയും തിരക്കായിരുന്നു.
മലയാളീസും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ നേരെ കണ്ടോ, ആ നേരെ കാണുന്ന പള്ളിയുടെ അവിടേക്കാണ് ഇങ്ങനെ മുട്ടിലഴിഞ്ഞ് പോവുക. നമ്മൾ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ നേർച്ചയുടെ ഭാഗമല്ലേ. അപ്പോൾ പിന്നെ അതൊന്നും വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് നിന്നില്ല. പിന്നെന്താ, ഇപ്പോൾ ഇങ്ങനെ ആകെ ഇങ്ങനെ വലിയ തിരക്കൊന്നുമില്ലാതെ കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആരുമില്ലാന്ന്. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല, നല്ല തിരക്കാണ്. പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. പിന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ കടലിൻ്റെ ഭാഗത്തോട്ട് ഇനി എന്തെങ്കിലും വിട്ടുപോയ സാധനങ്ങളുണ്ടെങ്കിൽ വാങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും പോവാം. ഇവിടെ ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, എല്ലാവരുടെ കയ്യിലുണ്ട് ഓരോ പിള്ളേർ. എന്നിട്ട് അടുത്ത് വന്നുകൊണ്ട് അയ്യോ സ്വൈര്യം തരാതെ, ഇതിങ്ങനെയാണ് എല്ലാവരുടെ കയ്യിലും ഒരേ പ്രായത്തിലുള്ള പിള്ളേർ. നമുക്കറിയാൻ പാടില്ല, ചോറ് കഴിച്ചിട്ടില്ല, വെള്ളം തായോ, അത് ഇത് ചായ വാങ്ങിത്തായോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശല്യം ചെയ്തുകൊണ്ട് ബാഗും പിടിച്ച് വലിച്ച് പിള്ളേരെയും പിടിച്ച് വലിച്ച് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു കേട്ടോ അവരെ കൊണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വരുന്ന മലയാളികൾ അറിയാൻ വേണ്ടിയിട്ടാണ്, പണ്ട് ഇവിടെ വരുമ്പോൾ വീടില്ലാത്തവർക്ക് വീട് കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് പൂട്ട് ഇടുന്നൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിയുടെ തൊട്ടപ്പുറത്ത്, നമ്മൾ പൂമാലയൊക്കെ കൊടുക്കുന്ന പള്ളിയുടെ തൊട്ടപ്പുറത്ത്. പക്ഷേ അങ്ങനെ ഒരു ആചാരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും ഈ ആൾക്കാരുടെ കയ്യിൽ പൂട്ട് കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി ഇടുന്നത് കണ്ണി കണ്ട എവിടെയൊക്കെ കാണുന്നു അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകം അവിടെ കുർബാനയുടെ ഇടയിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആചാരം ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഈ താലി കെട്ടിൽ, തൊട്ടിൽ കെട്ടിൽ, അതൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ കടക്കാർ ഇപ്പോഴും ആളുകളെ ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ഇവിടുന്ന് നാട്ടിൽ നിന്നൊക്കെ പൂട്ടും കൊണ്ട് പോകുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അതവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. പിള്ളേർക്കൊന്നും കൂടെ കടലിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. നമ്മൾ തലേന്ന് കണ്ടതിനേക്കാളും കടൽ വല്ലാതെ അങ്ങ് കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ അനിയനെ വെള്ളം ഭയങ്കര പേടിയാണ്. അവൻ പറഞ്ഞ് ഇറങ്ങണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ആ മീനൊക്കെ നമുക്ക് വറുത്ത് തരുന്ന ആ ഒരു ഇതിൻ്റെ മേലെ കയറി ജ്യൂസ് കുടിക്കാനായിട്ടിരുന്നു. അപ്പോൾ വല്ലാതങ്ങ് കലങ്ങി മറിഞ്ഞുകൊണ്ട് കേട്ടോ കടൽ കിടക്കുന്നത്. എന്നിട്ടും ആൾക്കാർ ഇതിൽ ഇറങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ പോലീസുകാരൊക്കെ എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഒരാളും തന്നെ ഇങ്ങോട്ട് കയറുന്നില്ലായിരുന്നു. ഈ മൊത്തം വെയിലത്തും ആൾക്കാരതൊന്നും വയ്ക്കാതെ അങ്ങനെ വെള്ളത്തിലങ്ങ് കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ഓട്ടച്ചാട്ടം വന്നു. 4 മണിയായപ്പോൾ ഓട്ടച്ചാട്ടം വന്നു. തിരിച്ച് നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാ, നിങ്ങൾക്ക് ഞങ്ങളുടെ വേളാങ്കണ്ണി വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രെയിൻ വന്ന് ട്രെയിനിലൊക്കെ കയറി നമ്മളിതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സേഫായിട്ട് നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.